പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ സ്വാഭാവികമായിട്ട് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ നല്ല വഴികളെ ഓർത്ത് സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടെ കർത്താവ് യേശു ക്രിസ്തു നാമത്തിലുള്ള നിസ്തുല സ്നേഹവന്ദനത്തെ ഇന്ന് പകൽക്കാലം അറിയിക്കുന്നു. നമ്മൾ അല്പം എല്ലാ യൂത്ത് മീറ്റിംഗ് ഉള്ളതുകൊണ്ട് നമുക്കല്പം കാര്യങ്ങളൊക്കെ വളരെ സ്പീഡിലാണല്ലോ. ഇംഗ്ലീഷ് സർവീസിൽ കൂടെ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ അനുഭവിപ്പാൻ കർത്താവ് ഇടയാക്കിയതിനെ ഓർത്ത് സ്തുതിക്കുന്നു. കർത്താവിൻ്റെ പകൽക്കാലം നമ്മളെ വശീകരമായി അത്ഭുതകരമായി നടത്തുന്ന ദൈവസ്നേഹത്തിനായി ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമുഖങ്ങൾ വലിയ മുഖവരകളോ ഇല്ലാതെ തന്നെ ദൈവജനത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവിൽ ശരണം പ്രാപിക്കുന്നു. നമുക്ക് ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് മീഖ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. മീഖ ചാപ്റ്റർ 7 വേഴ്സ് 7. സ്തോത്രം. സ്തോത്രം. മീഖ എന്ന് പറയുന്ന ഒരു ചെറിയ പ്രവാചകനാണ്. അദ്ദേഹം യെശയ്യാവ്, ഓസെയ തുടങ്ങിയ പ്രവാചകന്മാരുടെ സമകാലീനനായ ഒരു പ്രവാചകനായിരുന്നു. അദ്ദേഹം മോരശത്ത് എന്ന് പറയുന്ന ഒരു മലനാട്ടിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരു പ്രവാചകനാണ്. ഞാൻ ഒത്തിരി എൻ്റെ പശ്ചാത്തലങ്ങളിലേക്കൊന്നും പോകുവാനായിട്ട് ഇന്ന് പകൽക്കാലം താല്പര്യപ്പെടുന്നില്ല. ഞാൻ ഈ കോണ്ടക്സ്റ്റിലല്ല ഇന്ന് പകൽക്കാലം സംസാരിക്കും. എന്നാൽ ഈ വചനം എന്നെ വളരെയധികം ചിന്തിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. മീഖ ദൈവം വിളിച്ചത് നശിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ യഹൂദ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് മടങ്ങി വരുവാൻ വേണ്ടിയുള്ള ഒരു വലിയ ആഹ്വാനമായിട്ടാണ് ഈ പ്രവാചക പുസ്തകം നമ്മൾ വായിക്കുന്നത്. ഏകദേശം ഇസ്രായേൽ മക്കൾക്ക് പറ്റിയെന്ന് ചോദിച്ചാൽ അവരെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം വിട്ട് അവർ ബാൽ വിഗ്രഹങ്ങളെയും അങ്ങനെയുള്ള ആരാധനകളെ ഫോളോ ചെയ്ത് ദൈവസന്നിധിയിൽ നിന്ന് ടോട്ടലി അകന്നുപോയി. അതുകൊണ്ട് ദൈവം അവരെ ജാതീയ രാജാക്കന്മാരുടെ കയ്യിൽ വിട്ടുകൊടുപ്പാനിടയായി തീർന്നു. എന്നാൽ നമുക്കറിയാം, ആഗാസ് വരെയുള്ള ദിനവൃത്താന്ത പുസ്തകങ്ങളും 2 രാജാക്കന്മാരും പഠിക്കുമ്പോൾ ആഗാസ് വരെയുള്ള രാജാക്കന്മാരുടെ കാലഘട്ടം വളരെ ദുഷിച്ച കാലഘട്ടമായിരുന്നു. ജനത്തെ ന്യായപ്രമാണത്തിലേക്കോ ശരിയായ ആരാധനയിലേക്കോ മടക്കി വരുത്തുവാൻ കഴിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ മീഖ മുഖാന്തരം ദൈവം അവരോട് മടങ്ങി വരുവാനുള്ള ആഹ്വാനം ചെയ്യുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഹിസ്കിയ രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് ഒരു മടങ്ങി വരവുണ്ടാകുന്നത്. ഹിസ്കിയ രാജാവിലൂടെയാണ് യഹൂദന്മാർക്കൊരു ഉണർവുണ്ടാകുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. യെശയ്യാപ്രവാചന പുസ്തകം ഹിസ്കിയാവിനെ പറ്റി എഴുതിയിട്ടുണ്ട്. ഞാൻ ആ ഭാഗങ്ങളൊക്കെ വിടുന്നു. ഇവിടെ മീഖ പറയുന്ന അതിപ്രധാനമായിട്ടുള്ള 3 കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. മീഖ പറയുകയാണ് ഈ പശ്ചാത്തലത്തിൽ അവർ ബാബിലോൺ ജാതീയ രാജാക്കന്മാർ അവരെ അറ്റാക്ക് ചെയ്യുന്നുള്ള ദൂതുകളൊന്നും ഒരു വലിയ ഗണ്യമാക്കാതെ പോയി. അതുകൊണ്ട് ആ രാജ്യം നശിച്ചു പോയി. അപ്പോൾ ദൈവവചനം ശരിയായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തില്ല എങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു ശോഷണം സംഭവിക്കും എന്നുള്ളത് ഈ ഭാഗത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മീഖ അതുകൊണ്ട് ഒരു തീരുമാനമെടുക്കുകയാണ്. അതിൻ്റെ 3 കാര്യങ്ങൾ മീഖ പറയുന്നു. ഞാൻ യഹോവയിങ്കലേക്ക് നോക്കും. 2, ഞാൻ അവനായി കാത്തിരിക്കും. 3, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഞാനിതിനെ ഈ പ്രാർത്ഥന കേൾക്കുമെന്നുള്ളത് 2ാമത് വെച്ചിട്ട് അവനായി കാത്തിരിക്കുമെന്നുള്ളത് 3ാമത് നിങ്ങളോട് പറയുവാനായി താല്പര്യപ്പെടുന്നു. 1, മീഖ പറയുന്നു ഞാൻ അവനിലേക്ക് നോക്കും. ഇതൊരു വിശ്വാസത്തിൻ്റെ 3 തലങ്ങളാണ്. നോക്കുക, സ്തോത്രം, ഹല്ലേലൂയ, പ്രാർത്ഥന കേൾക്കുമെന്നുള്ള വിശ്വാസം, കർത്താവിനായി കാത്തിരിക്കുമെന്നുള്ള അതിവിശുദ്ധ വിശ്വാസം. നോക്കുക, എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഹല്ലേലൂയ, അവസാനമായി സംഭവിക്കുന്നതാണ് കർത്താവിൻ്റെ കാത്തിരിക്കുന്നതിലുള്ള ഒരു ഗുണകരമായ കാര്യം.
ഇത് പകൽക്കാലം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടത് എന്നോട് വിശ്വാസത്തിൻ്റെ 3 തലങ്ങളിലാണിത് വർക്ക് ചെയ്യുന്നത്. സ്തോത്രം. ഞാൻ അപ്പോസ്തല പ്രവൃത്തി ഭാഗം വായിച്ച അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിൽ ഒരു മുടന്തനായ മനുഷ്യൻ ഭിക്ഷയായിച്ചുകൊണ്ടേയിരുന്നു. പത്രോസും യോഹന്നാനും അവിടേക്ക് കടന്നു ചെന്നപ്പോൾ അവൻ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഭിക്ഷ യാചിക്കുമ്പോൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കണം. നമുക്കൊന്ന് വായിക്കാം. എൻ്റെ അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. ഒന്ന്, നമ്മൾ ഈ നോട്ടം നമ്മൾ ലിറ്ററലി പറയുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ നോക്കുന്നത് വല്ലതും കിട്ടുമെന്ന് കരുതുമ്പോഴാണ്. സ്തോത്രം. ഇവനും അതുപോലെ പത്രോസിനെയും യോഹന്നാനെയും നോക്കിയതായിട്ട് നമ്മൾ കാണുന്നു. ലിറ്ററലി സംഭവിച്ചൊരു കാര്യമാണ്. അടുത്ത ഭാഗം. അപ്പോൾ പത്രോസ് പറയുകയാണ്, ഇപ്പൊ നീ നോക്കുന്നത്, നീ ആഗ്രഹിക്കുന്നത് എൻ്റെ കയ്യിലില്ല, പക്ഷെ എൻ്റെ കയ്യിലൊരു കാര്യമുണ്ട്. സ്തോത്രം. അത് നിന്റെ ജീവിതത്തെ മാറ്റുന്നതാണ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നോക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, ആമേൻ, നമ്മളെ മാറ്റുന്ന, നമ്മുടെ സ്പിരിച്വൽ ലൈഫിനെ മാറ്റുന്ന ഒരു അനുഭവത്തിലേക്കാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവത്തെ നോക്കേണ്ടത്. ഈ ലോകത്തിലെ എന്തെങ്കിലും കാര്യങ്ങൾ താൽക്കാലികമായി ലഭിക്കുമെന്നുള്ള അർത്ഥത്തിലല്ല കർത്താവിനെ നോക്കുന്നത്. എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക്, ഒരു റിഫോർമേഷനിലേക്ക് എന്നെ ഉയർത്തുന്ന ഒരു കർത്താവിലേക്ക് ഇന്ന് പകൽക്കാലം നോക്കുവാൻ നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. അല്ലെങ്കിൽ എനിക്ക് ഒരൊറ്റ കാര്യമുള്ളൂ, യേശുവിൻ്റെ നാമം ഞാൻ നിനക്ക് തരാൻ പോവുകയാണ്. ആ പവർ എന്ത് നിങ്ങൾക്കായിട്ട് തരികയാണ്. സ്തോത്രം. മറ്റൊന്നും എന്നിൽ നിന്ന് ആഗ്രഹിക്കണ്ട. ഹല്ലേലൂയ. സ്തോത്രം. എനിക്ക് തരുവാൻ ഈ ലോകത്തിലെ വെള്ളിയേക്കാൾ, പൊന്നിനേക്കാൾ, സകല സ്വത്തുക്കളേക്കാൾ, ആരോഗ്യത്തെക്കാൾ വലുതായിട്ടുള്ള യേശുവിൻ്റെ നാമം, ആ ശക്തി ഇന്ന് പകൽക്കാലം ആ മുടന്തനായ മനുഷ്യന് അവർ കൊടുത്തതുപോലെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മുടെ മേൽ അയക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. അത് പറയും. അടുത്ത ഭാഗം. അവനെ വലങ്കൈക്ക് പിടിച്ചു, എഴുന്നേൽപ്പിച്ചു. മറ്റുള്ളവരെ പിടിച്ചെഴുന്നേൽപ്പിക്കുവാനായിട്ട്, തളർന്നു പോയവനെ, ഒരിക്കൽ നടക്കുവാൻ കഴിയാത്തവനെ, തൻ്റെ ജീവിതം ഇവിടെ അവസാനിച്ചു എന്ന് തോന്നിയവനെ, മുന്നോട്ട് യാത്രയില്ല എന്ന് തോന്നിയവനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന അതോറിറ്റി, അത് യേശുവിൻ്റെ നാമമാണ്. ലിറ്ററലി അവൻ്റെ ശരീരത്തിൽ വലിയ വ്യത്യാസം വന്നു. അവരെഴുന്നേറ്റ് നടക്കുവാനിടയായി തീർന്നു. നമുക്കതറിയാം, അതിനെക്കുറിച്ച് വിവരിക്കേണ്ട. അടുത്തൊരു ഭാഗവും കൂടെ അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ, ലുസ്ത്രയിൽ പൗലോസ് ചെല്ലുമ്പോൾ മുടന്തനായ ഒരു മനുഷ്യനെ കാണും. അമ്മയുടെ ഗർഭം മുതൽ ഉദരത്തിൽ വെച്ച് തന്നെ അവർ മുടന്തനായ മനുഷ്യനായിരുന്നു. 14-ാം അധ്യായം 8-ാമത്തെ വാക്യം, അതിൽ 9 തൊട്ടൊന്ന് വായിച്ചാട്ടെ പെട്ടെന്ന്. ഒരിക്കലും നടന്നിട്ടില്ലാത്ത, കാലിന് ശക്തിയില്ലാത്ത ഒരു പുരുഷൻ അവിടെ ഇരുന്നു. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേൾക്കുവാനിടയായി തീർന്നു. പകൽക്കാലം ദൈവവചനത്തെ എത്ര പേർ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട്? ദൈവവചനം അത് ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മുടെ അകത്തളങ്ങളിൽ മാറ്റങ്ങൾ വരുന്നത്. കുന്നേൽ ജേക്കബ് അച്ചാൻ പറഞ്ഞില്ലയോ, ഈ വചനം നിങ്ങൾ ഏറ്റെടുത്ത് അത് പ്രൊക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞില്ലേ? വചനം നമ്മുടെ ഹൃദയത്തിനകത്തോട്ട് ഏറ്റെടുക്കുമ്പോഴാണ് വിടുതൽ വരുന്നത്.
പൗലോസ് സംസാരിക്കുന്നത് അവൻ ശ്രദ്ധിച്ച് കേൾക്കുവാനിടയത്ത് നിന്ന് പകൽക്കാലം നമ്മുടെ ശ്രദ്ധകൾ ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകട്ടെ പ്രിയമുള്ളവരെ. അതിനകത്താണ് ജീവനുള്ളത്, ചൈതന്യമുള്ളത്, പവർ ഉള്ളത്. സ്തോത്രം. അവനെ ഉറ്റുനോക്കി. സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിൽ മുടന്തൻ പത്രോസിനെ യോഹന്നാനെ ഉറ്റുനോക്കിയതുപോലെ ഇവിടെ ഒരു മനുഷ്യൻ പൗലോസിനെ ഉറ്റുനോക്കുന്ന അനുഭവമാണ് ഇവിടെ കാണുന്നത്. എന്നാൽ പൗലോസ് ഒരു കാര്യം മനസ്സിലായി, അവന് വിശ്വാസമുണ്ടായി. ഇന്ന് പകൽക്കാലം നിങ്ങൾ ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ കർത്താവിന് മനസ്സിലാകണം, അവന് വിശ്വാസമുണ്ടായി. വിശ്വാസമുണ്ടെന്ന് കാണുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. വിശ്വാസത്തിൻ്റെ ഒരു തലമാണത്. സ്തോത്രം. ഞാൻ വേഗത്തിൽ കടന്നു പോകുന്നു. അത് കണ്ടപ്പോൾ പൗലോസ് അവൻ്റെ കൈക്ക് പിടിച്ചു പറഞ്ഞു, നീ എഴുന്നേക്ക്, നിന്റെ കാലൂന്നി നിവർന്ന് നിൽക്ക. സ്തോത്രം. ആ സമയം തന്നെ അവൻ എഴുന്നേൽപ്പാനിടയായി. ഇത് രണ്ടും ലിറ്ററലി സംഭവിച്ച കാര്യമാണ്. അക്ഷരികമായി അവർ രണ്ട് മുടന്തന്മാരുടെ ജീവിതത്തിൽ വന്ന മാറ്റമാണ്. സ്തോത്രം. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ആത്മീയ ജീവിതം അതിൽ നിന്നൊന്നുകൂടെ ഒന്ന് എഴുന്നേൽക്കുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? സ്തോത്രം. നമ്മൾ ഈ ദേശം പിടിക്കുവാൻ വന്നവരാണ്. നമ്മളെ അതിനായി ദൈവം കണ്ടതാണ്. നമുക്ക് എത്ര പേർക്ക് എഴുന്നേൽക്കുവാനായിട്ട് താല്പര്യമുണ്ട്? സ്തോത്രം. പൗലോസ് എബ്രായ ലേഖനത്തിൽ എബ്രായർക്ക് എഴുതുമ്പോൾ ലേഖനം എഴുതുമ്പോൾ പറയുന്നതിൻ്റെ 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, സ്തോത്രം, 3-ന്റെ 1-ാമത്തെ വാക്യത്തിൽ ഒന്ന് വായിച്ചാട്ടെ, വേഗം വായിച്ചാട്ടെ. എബ്രായർ 3-ന്റെ 1. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, നിങ്ങളുടെ വിളി എന്ന് പറയുന്നത് എവൻലി കോളിംഗ്, അല്ലെങ്കിൽ സ്വർഗീയ വിളിയാണ്, സാധാരണ വിളിയല്ല. അടുത്ത വാക്യം, നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. നമ്മുടെ പ്രാർത്ഥന, നമ്മൾ കഴിക്കുന്ന പ്രാർത്ഥന മഹാപുരോഹിതനായ യേശുവിൻ്റെ അടുത്താണ്. സ്തോത്രം. ന്യായപ്രമാണ പ്രകാരമുള്ള മഹാപുരോഹിതനല്ല നമ്മുടെ മഹാപുരോഹിതൻ. ന്യായപ്രമാണമുള്ള മഹാപുരോഹിതൻ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി അവന് യാഗമർപ്പിക്കണം. ഇവിടെ ഒരു മഹാപുരോഹിതൻ ഒരിക്കലും എന്നേക്ക് നമുക്ക് വേണ്ടി യാഗമർപ്പിച്ചിരിക്കുന്നു. അവൻ തന്നെ നമുക്കൊരു യാഗമായി തീർന്നിരിക്കുന്നു. സ്തോത്രം. ആ ഫെയ്ത്താണ് നമ്മളെ പൈശാചിക മേഖലകളിൽ നമ്മെ വിടിവിക്കുന്നത്. ടെറിട്ടോറിയൽ മണ്ഡലങ്ങളെ തകർത്തു കളയുന്ന ഫെയ്ത്താണ് കർത്താവ് എനിക്ക് വേണ്ടി കാൽവരി ക്രൂസിൽ തകർക്കപ്പെട്ടു എന്നുള്ളത്. അതുകൊണ്ട് 24 മണിക്കൂറും നമുക്ക് വേണ്ടി ഒരു മഹാപുരോഹിതൻ നമുക്കായിട്ട് അഡ്വക്കേറ്റ് ചെയ്യുന്നു, വാദിച്ചുകൊണ്ടേയിരിക്കും ദൈവത്തിൻ്റെ അടുത്ത്. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക എന്താണ്? യേശു ഒരു വിശ്വസ്ത മഹാപുരോഹിതൻ. അവൻ നമ്മുടെ ഭവനത്തിൻ്റെ അധികാരിയായ പുത്രൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് വായിക്കാം നമുക്ക് പെട്ടെന്ന്. സ്തോത്രം. താഴോട്ട് വായിച്ചാട്ടെ. യേശു തന്നെ നിയമിച്ചാക്കിയവൻ വിശ്വസ്തനാകുന്നു. ഭവനത്തെക്കാളും ഭവനം ചമച്ചവൻ അധികം മാനമുള്ളതുപോലെ യേശു മോശയേക്കാൾ അധിക മഹത്വത്തിന് യോഗ്യത നേടുന്നു. അതുകൊണ്ട് സർവം ചമച്ചവൻ ദൈവം തന്നെ. അടുത്ത വാക്യം, ക്രിസ്തുവോ അവന്റെ ഭവനത്തിന്റെ അധികാരിയായ പുത്രനായിട്ട് തന്നെ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനമാകുന്നു. നമ്മളാണ് കർത്താവിൻ്റെ ഭവനം. നമുക്കൊരു അധികാരിയുണ്ട്, അവനെയാണെന്ന് പകൽക്കാലം നോക്കേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. ഈ ലോകത്തിലെ കാര്യങ്ങൾ ഒന്നും തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യണ്ട. നമ്മളെ ഒരു ജോലി സ്ഥലത്തോ അല്ല ഏത് മേഖലയിലും ആക്കുന്നത് ദൈവത്തിൻ്റെ അറിവോടാണ്.
അവിടെ ഏത് പ്രതിസന്ധി പ്രതികൂലം വന്നാലും ദൈവത്തിൻ്റെ അറിവിലേ വരത്തുള്ളൂ. പക്ഷെ അവിടെ നമ്മൾ നോക്കേണ്ടത് ദൈവത്തിലേക്കാണ്. നമ്മുടെ നോട്ടം അവിടെ മാറ്റിപ്പിടിക്കണം. അതുകൊണ്ട് കൊലോസ്യ ലേഖനം പൗലോസ് എഴുതുമ്പോൾ 3-ാം അധ്യായത്തിൽ പറയും, നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തുള്ളതിനെ ചിന്തിപ്പിൻ. അവിടെ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഉയരത്തിൽ ഉള്ളത് തന്നെ അന്വേഷിക്കുവാനാണ് കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്. എബ്രായ ലേഖനം 12-ാം അധ്യായം വരുമ്പോൾ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ നോട്ടം നിങ്ങൾ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഇന്ന് പകൽക്കാലം നമ്മുടെ ഓദർ യേശുവാണ്, നമ്മുടെ വിശ്വാസത്തിന്റെ. അവനിലേക്ക് നമ്മൾ നോക്കുക, അവനിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക. ആമേൻ. ഈ ലോകത്തിലെ ഒരു സാഹചര്യങ്ങളിലും നമ്മൾ ഫോക്കസ് ചെയ്യരുത്. നമ്മുടെ ഒരു ചുറ്റുവട്ടങ്ങളിലും നമ്മൾ ഫോക്കസ് ചെയ്യരുത്. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കർത്താവിങ്കിലേക്കാണ്. നാം ഇവിടെ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും കിടക്കുന്നതും നാം ഭവനത്തിലായിരിക്കുന്നതും ഒക്കെ അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് 139 സംഗീതക്കാരൻ പറഞ്ഞു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും കിടക്കുന്നതും നീ ശോധന ചെയ്ത് എന്നെ അറിഞ്ഞിരിക്കുന്നു, എന്നെ ടെസ്റ്റ് ചെയ്ത് നീ അറിഞ്ഞിരിക്കുന്നു, എൻ്റെ നിരൂപണങ്ങളൊക്കെ നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. നമ്മുടെ ഹൃദയ വിചാരങ്ങളെയും വികാരങ്ങളെയും അറിയുന്ന ഒരു കർത്താവിലേക്ക് ഇന്ന് പകൽക്കാലം നമ്മുടെ നോട്ടം മാറ്റിപ്പിടിച്ചാൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ എഴുന്നേൽപ്പിക്കുവാൻ കർത്താവ് ഇടയാക്കി തീർക്കും. സ്തോത്രം. ബലസ്വര, നമുക്ക് ഇന്ന് പകൽക്കാലം ഓടുവാൻ ആഗ്രഹിക്കുന്നവർ, ഓടിച്ച് തളർന്നു പോയവർ മടുത്തു പോകാതെ അവനിലേക്ക് നോക്കണം. സ്തോത്രം. അവനാണ് നമ്മുടെ നായകൻ, അവനാണ് നമ്മുടെ കപ്പിത്താൻ, അവനാണ് നമ്മുടെ ക്യാപ്റ്റൻ, അവനാണ് നമ്മുടെ പൈലറ്റ്. നമ്മുടെ ജീവിതയാത്രയുടെ കപ്പിത്താൻ അവനാണ്. അവൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. അവൻ നമുക്ക് വേണ്ടി 24 മണിക്കൂറും പക്ഷപാതം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് പൗലോസ് ധൈര്യത്തോടെ ശക്തിയോടെ എബ്രായരോട് പറയുകയാണ്, അവനെ നിങ്ങൾ നോക്കേ. എന്തിനാണ്? അവൻ നമുക്ക് വേണ്ടി ക്രൂസിൽ അപമാനങ്ങളൊക്കെയും അലക്ഷ്യമാക്കി, നിന്ദകളൊക്കെയും സഹിച്ച്, എന്തിനാ? നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുത്തു പോകാതിരിപ്പാൻ അവനെ ധ്യാനിച്ചുകൊള്ളു. ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങൾ, പ്രതികൂല ഘട്ടങ്ങളിൽ, ജീവിതയാത്രകളിൽ ഓടുവാൻ ആഗ്രഹിക്കുന്നവർ, ഓടിച്ച് തളർന്നുപോയവർ, മടുത്തു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് എബ്രായ ലേഖനകർത്താവ് അവരെ നോക്കിയിട്ട് വിശ്വാസത്തോടെ ധൈര്യത്തോടെ അവരുടെ മുമ്പിൽ ഈ ദൈവവചനം അവർക്ക് ആമേൻ പങ്കുവെക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും പറയുവാനുള്ളത്, നീ മടുത്തു പോകാൻ പാടില്ല, നീ ക്ഷീണിച്ചു പോകുവാൻ പാടില്ല. ഹല്ലേലൂയ. നമ്മൾ ജയിക്കാനായി ജനിച്ചവരാണ്. നമ്മൾ തോറ്റവരല്ല, നമ്മൾ ജയിച്ചവരാണ്. ആമേൻ. പിശാചിന്റെ മേൽ നമുക്ക് അവൻ അധികാരം തന്നിരിക്കുന്നു. പാമ്പുകളെ, തേളുകളെ, ശത്രു സകലബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, അപ്പോൾ ഒരിക്കലും ദോഷം വരുത്തിയില്ല. ആമേൻ. നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലങ്ങൾ ഏത് പാമ്പുകളുടെയോ തേളുകളുടെയോ പലരുടെ രൂപത്തിൽ വന്നാലും അതിന്റെ മേൽ ജയം തരുന്ന യേശുവിന്റെ നാമം ഇന്ന് പകൽക്കാലം നമ്മുടെ മേൽ ഇമ്പാർട്ട് ചെയ്തിരിക്കും. എത്ര പേർക്ക് അവിശ്വാസമുണ്ട്? എത്ര പേർ എഴുന്നേൽക്കുവാൻ ആഗ്രഹിക്കുന്നു? എഴുന്നേറ്റ് പണിയുക. തളർന്നു പോകുവാനായിട്ടല്ല, താറടിയായി പോകുവാനായിട്ടല്ല, എഴുന്നേറ്റ് മുമ്പോട്ടോടുവാൻ. ഇന്ന് പകൽക്കാലം ക്ഷീണിച്ചു പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രശ്നത്തിൽ കൂടെ, പ്രയാസത്തിൽ കൂടെ, ഏത് സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നവർ, ഇന്ന് പകൽക്കാലം വിളിച്ചു പറ, ഞാൻ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കാൽവറയിൽ മരിച്ചത് കൊണ്ട്, അവൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട് ഞാൻ എഴുന്നേറ്റ് ഓടും. ഞാനിനെ സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യും. ഞാൻ എൻ്റെ പ്രശ്നങ്ങളെ ധീരമായി നേരിടും. ഞാൻ എൻ്റെ കുടുംബജീവിതത്തെ ധീരമായി നയിക്കും. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ധീരമായി നയിക്കും. ഞാൻ എൻ്റെ ശുശ്രൂഷനെ ഏൽപ്പിച്ച ശുശ്രൂഷയെ ധീരമായി ചെയ്തെടുക്കുവാൻ സഹായിക്കും. എന്നിട്ട് അവസാനം എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, അവിടെ പറയുന്നു, സ്തോത്രം, അതുകൊണ്ട്
വിശ്വാസത്തോടെ ഓടുമ്പോൾ 12-13 വാക്യങ്ങൾ. കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവീൻ. നമ്മളെ ലിറ്ററലി 2 പേരെ കണ്ടു. സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിൽ ഇരുന്ന മുടന്തനായ മനുഷ്യൻ, ലൂസ്ത്രയിൽ ഇരുന്ന മുടന്തനായ മനുഷ്യൻ, 2 പേരും ശാരീരികമായി മാറ്റമുണ്ടായെങ്കിൽ നമ്മുടെ ക്ഷീണിച്ച് മടുത്തു പോകാതിരിപ്പാൻ കർത്താവിനെ ധ്യാനിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തെ ഇന്ന് പകൽക്കാലം എഴുന്നേൽപ്പിക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് നിങ്ങളുടെ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലുകളും, നിങ്ങളുടെ പ്രവർത്തികൾ കുഴഞ്ഞു പോയിട്ടുണ്ടോ, നിങ്ങളുടെ നടപ്പുകൾ തളർന്നു പോയിട്ടുണ്ടോ, ഇന്ന് പകൽക്കാലം അതിനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു പ്രത്യേക അഭിഷേകം. Receive the word of God right now. Hallelujah. അതുകൊണ്ട് അവനെ നോക്കുവാനായിട്ട്. രണ്ടാമത്, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. എത്ര പേർക്ക് അവിശ്വാസമുണ്ട്? നമ്മുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥനയേറെ ഫലിക്കും. അവൻ പാപികളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല, നീതിമാന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളത് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നു. നമ്മുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന, സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന, സഭ എന്ന് പറയുന്ന നീതിമാന്മാരുടെ കൂടാരമാണ്. ഇവിടെ ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷങ്ങളുണ്ട്. നമ്മുടെ പ്രാർത്ഥന പവറാണ്. ഏത് ടെറിട്ടോറിയൽ സ്പിരിറ്റുകളെയും അറ്റാക്ക് ചെയ്യുന്നതാണ് സഭയുടെ പ്രാർത്ഥനകൾ. അതാണ് ഇന്ന് പകൽക്കാലം ഇംഗ്ലീഷ് സർവീസിൽ വിശ്വാസത്തോടെ അർപ്പിച്ചത്. എൻ്റെ പ്രാർത്ഥന കേൾക്കും. 1-2 വാക്യങ്ങൾ അതിന് ആധാരമാക്കി വേഗം വായിക്കാൻ. സ്തോത്രം. 1 യോഹന്നാൻ 5-ാം അധ്യായം. അതിന്റെ 14-15 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടി, വാഹനം കിട്ടി, ഭവനം കിട്ടി, എല്ലാ കാര്യങ്ങളും കിട്ടി. എന്തിനാ? നമുക്ക് അവനോടൊരു ധൈര്യം ഉണ്ടാകുവാനായിട്ട്. ഈ പ്രോത്സാഹന സമ്മാനങ്ങളൊക്കെ ജീവിതത്തിൽ ദൈവം തരുന്നത് നമുക്കൊരു എൻകറേജ്മെന്റിനാണ്. അപ്പൊ നമുക്കൊരു ധൈര്യം കിട്ടും. എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ കാര്യങ്ങൾ ദൈവം വിശ്വസ്തനായിരിക്കുന്നുവെങ്കിൽ ഈ ദേശത്തിന് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനയും ദൈവം കേൾക്കും. സ്തോത്രം. അവന്റെ ഇഷ്ടപ്രകാരം നാം അപേക്ഷിക്കണം. ഞാൻ അതിലേക്ക് മറ്റു കാര്യങ്ങളിലൊന്നും നമ്മൾ അതിലേക്ക് പോകുന്നില്ല. വചനത്തിൽ തന്നെ നിന്നുകൊണ്ട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. എന്താണ് അവന്റെ ഇഷ്ടം? 1 യോഹന്നാൻ 3:22 ആ ഭാഗം നമുക്ക് അവിടെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. 1 യോഹന്നാൻ 3:22 വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നുണ്ട്. എന്ത് യാചിച്ചാലും അവൻക്കെന്ന് ലഭിക്കും. എന്താ അവന്റെ കൽപ്പന? തൊട്ട് താഴെ, അവന്റെ കൽപ്പന എന്ന് പറഞ്ഞ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവന്റെ കൽപ്പന എന്നതുപോലെ അന്യോന്യം സ്നേഹിക്കുകയാണ്. പുതിയ നിയമസഭ പണിതിരിക്കുന്നത് സ്നേഹത്താലാണ്. അതാണ് കർത്താവിൻ്റെ ഉടമ്പടി. ഹല്ലേലൂയ, സ്തോത്രം. ഈ ഭാഗം ഒത്തിരി വിവരിക്കേണ്ട കാര്യമില്ല, നമുക്കിത് അറിയാം. പക്ഷെ നമ്മുടെ പലപ്പോഴും ഇന്ന് പകൽക്കാലം ഈ വചനത്തിൽ കൂടെ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസം ചോർന്നു പോയിട്ടുണ്ടോ എന്ന് നാം നമ്മെ തന്നെ വിലയിരുത്തും. എവിടെയെങ്കിലും നമ്മുടെ ഫെയ്ത്ത് ലൂസായിട്ടുണ്ടോ? എവിടെയെങ്കിലും ഈ വചനം നിങ്ങളുടെ ശോധന ചെയ്യുമ്പോൾ, നിങ്ങളെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസം എവിടെയെങ്കിലും ചോർന്നു പോയിട്ടുണ്ടോ? അതോ നമ്മുടെ കഴിവിലും നമ്മുടെ അറിവിലും നമ്മുടെ പണത്തിലുമാണോ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്? ഒന്നുമല്ല പ്രിയമുള്ളവരെ. സ്തോത്രം. ഇന്നത്തെ മെസ്സേജ് എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ 3 തലങ്ങളാണ്. യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ ശക്തമായി വിശ്വസിക്കുക. ആ നാമത്തിലാണ് പവർ ഉള്ളത്, അതോറിറ്റി ഉള്ളത്.
കൊലോസ്യ ലേഖനം 3:17 വായിക്കേണ്ട. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ എന്ത് ചെയ്താലും അവൻ്റെ നാമത്തിൽ ചെയ്യും. നമുക്ക് അതോറിറ്റി തന്നിട്ടുണ്ട്. നമ്മളവൻ്റെ മക്കളാണ്. നമ്മളത് ഉപയോഗിച്ച് ഓരോന്നിനെയും വെട്ടി മാറ്റണം. നമ്മുടെ സാഹചര്യങ്ങളെ വെട്ടി മാറ്റണം. ഞാനൊരു മനുഷ്യൻ്റെ സാക്ഷ്യം കേട്ടു. അദ്ദേഹം പാകിസ്ഥാൻ സുവിശേഷം പറയാൻ പോയ ഒരപ്പച്ചൻ, മസ്കറ്റിലൊക്കെ വളരെ ദീർഘനാൾ സൗദിയിലും മസ്കറ്റിലും ഒക്കെ വർക്ക് ചെയ്ത് അനേകരെ വിശ്വാസത്തിൽ കൊണ്ടുവന്നൊരു മനുഷ്യൻ. അദ്ദേഹം ഒരിക്കൽ ഇന്ത്യൻ എംബസിയിൽ പാകിസ്ഥാനിലേക്ക് വിസയ്ക്കായിട്ട് അതിന് അപ്ലൈ ചെയ്യുമ്പോൾ അദ്ദേഹം പുറകേക്ക് ഒരുപാട് ക്യൂ നിൽപ്പുണ്ട്. പരിശുദ്ധാത്മാവ് മനുഷ്യ ഇടപെട്ടു. നീ ഇതിനെ ആ അന്തരീക്ഷത്തെ ശാസിക്കാൻ പറഞ്ഞു. പരിശുദ്ധാത്മാവ് മനുഷ്യ ഇടപെട്ടു. ആ അപ്പച്ചൻ ആ അന്തരീക്ഷത്തെ ശാസിക്കുവാനിടയെ കർത്താവിൻ്റെ നാമത്തിൽ. അത് ശാസിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ മനുഷ്യനെ വിളിച്ചു. 45ാമത് നിന്ന മനുഷ്യനെ പെട്ടെന്ന് വിളിക്കുവാനിടയായി തീർന്നു. കർത്താവ് നമ്മോട് എന്തെങ്കിലും പറയുമ്പോൾ നിയോഗത്താൽ ചെയ്യുക. അത് നമുക്ക് വിടുതലായിത്തീരും. അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. സ്തോത്രം. ആമേൻ. ശ്വാസത്തിൻ്റെ ഒരു തലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അടുത്തത്, ഞാൻ ആ ഭാഗം വിടുന്നു. മൂന്നാമത് നമ്മൾ അവസാനമായി ചിന്തിച്ചുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു: ഞാൻ അവനായി കാത്തിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. എന്തിനാണ് നാം ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്? നമ്മുടെ അൾട്ടിമേറ്റ് ഫെയ്ത്ത് അതാണ്. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരനുഭവം. ഈ ലോകത്തിൽ നമ്മൾ നേടിയതെല്ലാം നമ്മുടെ ധൈര്യം, നമുക്ക് വിശ്വാസത്തിൻ്റെ ആ ഒരു നമ്മളെ ഒന്ന് ബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. സ്തോത്രം. അതിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്താണ്? യെശയ്യാ പ്രവചനം 25:8-9 വാക്യങ്ങൾ ഒന്ന് വായിക്കുക. യെശയ്യാ chapter 25 verse 8 and 9. സ്തോത്രം. ഒന്ന് വായിച്ചാട്ടെ. അപ്പോൾ യെശയ്യാ പ്രവചൻ കർത്താവിനെ കുറിച്ച് പ്രവചനാത്മാവിൽ പറയുകയാണ്. അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും. അടുത്തത്, യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കുകയും തൻ്റെ ജനത്തിൻ്റെ നിന്ദ സകല ഭൂമിയിൽ നിന്നും നീക്കിക്കളയുകയും ചെയ്യും. യഹോവയല്ലോ അരുളി ചെയ്തിരിക്കുന്ന. അടുത്ത വാക്യം, അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം, അവനെ അത്രേ നാം കാത്തിരുന്നത്. അവനല്ലോ, അവൻ നമ്മെ രക്ഷിക്കും. അവൻ തന്നെ യഹോവ, അവനെ അത്രേ കാത്തിരുന്നത്. അവന്റെ രക്ഷയിൽ നാം ആനന്ദിച്ച് സന്തോഷിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഈ ഭൂമിയിൽ ഏതെല്ലാം സാഹചര്യത്തിൽ കടന്നു പോയാലും നിന്ദയും പരിഹാസവും ദുഃഖവും കഷ്ടതയും മുറവിളിയും ഇതെല്ലാം നീക്കിക്കളയുന്ന ഒരു ദിവസമുണ്ട്. അതാണ് ഒരു ഭക്തന്റെ പ്രത്യാശ എന്ന് പറയുന്നത്. അതിനാണ് നാം കാത്തിരിക്കുന്നത്. കാരണം നമ്മൾ കാത്തിരുന്ന് നേടിയതൊക്കെ ഇവിടെ ഇട്ടേച്ചു പോകുമ്പോൾ നമുക്ക് വരാനിരിക്കുന്ന നിത്യമായ ഒരു ജീവന്റെ അനുഭവത്തിനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇന്ന് പലപ്പോഴും വിശ്വാസ ഗോളത്തിൽ നിന്ന് അട്ടിമറിക്കപ്പെട്ടുപോയൊരു വിശ്വാസമാണ് കാത്തിരിപ്പ്. നമ്മുടെ പ്രത്യാശ കുറഞ്ഞു പോയിട്ടുണ്ടോ? ഈ വചനങ്ങളൊന്നും എങ്ങും പ്രസംഗിക്കപ്പെടാതെ, ഹല്ലേലൂയ, സ്തോത്രം, അവന് വേണ്ടി കാത്തിരിക്കുവാൻ എത്ര പേർക്ക് ഉത്സാഹമുണ്ട്? നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു പോയിന്റ് ഇതായിരിക്കും: കർത്താവേ, ഞാൻ നിനക്കായി കാത്തിരിക്കുന്നു. നമ്മുടെ ഏത് പ്രാർത്ഥനയുടെയും ഒരു പോയിന്റ് ആഡ് ചെയ്യണം: കർത്താവേ, നീ ഞങ്ങളെ ഒരുക്കണമേ, നീ ഞങ്ങളെ പ്രിപ്പയർ ചെയ്യണമേ. നമ്മൾ എത്ര പ്രിപ്പയർ ചെയ്യാലും കർത്താവ് പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ ശരിയാകയില്ല. അതുകൊണ്ടാണ് പൗലോസ് നിങ്ങളെ വീണ്ടെടുപ്പ് നാളിനായി പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നത്. നിങ്ങളെ ഒരു ദുഷ്ടൻ തൊടുവാൻ സാധ്യമല്ല, നിങ്ങളെ ഒരു ശത്രു ആക്രമിക്കുവാൻ സാധ്യമല്ല.
വീണ്ടെടുപ്പ് നാളിനായി നമ്മളെ അവൻ മുദ്രയിട്ടിരിക്കുന്നു. യെശയ്യാ പറയാണ്, കർത്താവ് നോക്കി പറയാണ്, ഈ മരണത്തെ അവൻ നീക്കിക്കളഞ്ഞു. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. വെളിപ്പാട് 21-ന്റെ 4-5. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രത്യാശതായിരിക്കട്ടെ നമ്മുടെ കണ്ണുനീരുകൾ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ മുറവിളികൾ, ആമേൻ. നമ്മുടെ പ്രിയപ്പെട്ടവർ വേർപെടുമ്പോൾ നമ്മുടെ കണ്ണുനീരുകൾ മാറുന്നില്ല. എല്ലാവരും നമ്മുടെ, ഹല്ലേലൂയ, സ്തോത്രം, എല്ലാവരും നമ്മുടെ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആ ഫ്യൂണറൽ അല്ലെങ്കിൽ ആ ശവസംസ്കാര ശുശ്രൂഷയിൽ നമ്മുടെ മൃതശരീരം വെക്കുന്ന ആ കല്ലറയുടെ അടുക്കലേക്ക് വരുമ്പോൾ എല്ലാവരും നമ്മളെ വിട്ടേച്ചു പോകും. അവിടം തൊട്ട് നമ്മൾ ഏകനായി മാറുക. അവിടം തൊട്ട് നമ്മളെ, നമ്മുടെ കൂടെയുള്ള കർത്താവ് മരണത്തിൽ നിന്നും ഒരു പുനരുത്ഥാന ജീവൻ തരുവാൻ നാം ഒറ്റയ്ക്കല്ല യാത്രയിൽ, നമ്മുടെ ജീവിത യാത്രയിൽ മരണത്തിന് ശേഷവും നമ്മോടൊപ്പമുള്ള ഒരു കർത്താവിനെ ഇന്ന് പകൽക്കാലം അവനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഹല്ലേലൂയ. എല്ലാ സ്നേഹവും, ആമേൻ, ശവക്കല്ലറ വരെയുള്ളൂ. അതിനപ്പുറമായിട്ടൊന്നും നമുക്ക് ചെയ്യുവാൻ സാധ്യമല്ല. എന്നാൽ നമ്മളെ വിളിച്ച കർത്താവ് മരണത്തെ ജയിച്ചവൻ, ശവക്കല്ലറകൾക്കപ്പുറമായിട്ട്, മരണത്തിനപ്പുറമായി നിത്യതയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന കർത്താവിനായിട്ട് ഇന്ന് പകൽക്കാലം കാത്തിരിക്കാം. ദുഃഖവും മുറവിളിയും കണ്ണുനീരുമില്ലാത്ത, നിത്യമായ മരണമില്ലാത്ത നിത്യമായ ഒരു അനുഭവത്തിലേക്ക്. സ്തോത്രം. തീത്തോസ് 2-13 തീത്തോസിനോട് പൗലോസ് പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ടൈറ്റസ് ചാപ്റ്റർ 2 വേർഡ്സ് 12 and 3. അത് വായിക്കുമ്പോൾ ഒരാൾ എബ്രായർ 9:28 കൂടെ എടുത്തു വെക്കുക. ആദ്യം ടൈറ്റസ് ചാപ്റ്റർ 2 വേർഡ്സ് 12 and 13 വായിച്ചാട്ടെ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട്, ആമേൻ, ഇവിടെ നമ്മൾ കാത്തിരിക്കുന്നത് കർത്താവിന് വേണ്ടിയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വേൾഡ് മോഹം, ലോകമോഹം, സ്തോത്രം, അത് വിട്ടുകളയാനായി പറയുകയാണ്. ലോകത്തെ സ്നേഹിക്കുന്നത് എനിക്കുള്ളവനല്ല, അവൻ പിതാവിൻ്റെ സ്നേഹമില്ല. അങ്ങനെയാണ് യോഹന്നാൻ പറയുന്നത്, ഞാൻ പറഞ്ഞതല്ല. ലോകവും എൻ്റെ മോഹവും എല്ലാം ഒഴിഞ്ഞു പോകും. ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ദൈവത്തിന് വരെ എൻ്റെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞു. ലോകവും എൻ്റെ മോഹമെല്ലാം ഒഴിഞ്ഞു പോകും, ദൈവട്ടം ചെയ്യുന്നവന് എന്നേക്കും ഇരിക്കും. അത് നമ്മുടെ പ്രത്യാശ. സ്തോത്രം. തീത്തോസിനോട് പറയുകയാണ്, നീ ക്രേത്തയിലുള്ള വിശ്വാസികളെ നീ ശക്തമായിട്ട് ഉപദേശിക്കണം. അവരോട് നീ പറയേണ്ട ഇങ്ങനെയാണ്, ഭക്തികേടുകൾ, ഭക്തിക്ക് വിരുദ്ധമായി. ഭക്തികേടെന്ന് പറയുമ്പോൾ എല്ലാം വരും. ഈ 2 ഭാഗങ്ങൾ നമ്മൾ വിശദീകരിക്കാൻ സമയമില്ല. ദൈവഭയം ഇല്ലാത്തതിന് ഒരു ഭക്തികേടാ. ദൈവത്തെ ഭയപ്പെടാത്തത് ഒരു ഭക്തികേടാ. പ്രിയമുള്ളവരെ, ദൈവഭയം നമ്മളിൽ നിന്ന് കുറഞ്ഞു പോയാൽ അതൊരു ഭക്തികേടാണ്. അതുകൊണ്ടാണ് നാം ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് ഇടപെട്ടു പോകുന്നത്. അതുകൊണ്ടാണ് ദൈവത്തെ മറക്കുന്നത്. ആമേൻ. പ്രപഞ്ചമോഹങ്ങൾ, ലൗകിക മോഹങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട്. സന്യാസ ജീവിതത്തെക്കുറിച്ചല്ല പൗലോസ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവുമായുള്ള വിശ്വാസത്തിൽ നിങ്ങളെ അകറ്റുന്നതെല്ലാം ഉപേക്ഷിക്കപ്പെടണം. അതാണ് അതിൻ്റെ ഒരു ശരിയായ ഒരു വ്യാഖ്യാനം. ക്രിസ്തുവുമായുള്ള ഏകാഗ്രതയിൽ നിന്ന് നിങ്ങളെ ഡൈവേർട്ട് ചെയ്യുന്ന, നിങ്ങളെ എക്സ്ട്രാക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന എല്ലാ പ്രവൃത്തികളും ഉപേക്ഷിക്കുവാൻ പൗലോസ് ഇവിടെ ആഹ്വാനം ചെയ്യുകയാണ്. അടുത്ത ഭാഗം, ഈ ലോകത്തിൽ നാം ജീവിക്കേണ്ടത് സുബോധത്തോടെയാണ്. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കും. ബി വിജിലന്റ് ആൻഡ് സോബർ, ബിക്കോസ് എല്ലാത്തിൻ്റെ അവസാനം സമീപിച്ചിരിക്കും.
ഇവിടെ പറയുന്നത് സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ച് പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തും, നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുന്നു. ദൈവം നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുകയാണ്. നാം കർത്താവിനായി കാത്തിരിക്കുന്നുവെങ്കിൽ, കർത്താവിനായി പ്രത്യാശിക്കുന്നുവെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഈ ഒരു പ്രാർത്ഥന ആഡ് ചെയ്യണം. ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഞാൻ കൈവിടപ്പെട്ടു പോകരുത്. ഇന്നു മുതൽ നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ തളർന്നു പോയ നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫ്, നിങ്ങളുടെ ജോലി തിരക്ക് കൊണ്ട്, കുടുംബത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസഘട്ടങ്ങൾ കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം തടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അത് പുതുക്കി പണിയണം. ഹല്ലേലൂയ, സ്തോത്രം. ജീവിതത്തിൻ്റെ തിരക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് വചനം ധ്യാനിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം പുതുക്കി പണിയണം. അങ്ങനെ നാം എഴുന്നേൽക്കണം. അങ്ങനെ നാം എഴുന്നേറ്റെന്ന് പ്രാർത്ഥിച്ച് ഒരു വലിയ ഡെലിവറൻസ് കാണുവാനിടയായി. എല്ലാ മേഖലയിലും ഒരു ഡെലിവറൻസ് ഉണ്ടാകും. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് മീഖ പറഞ്ഞ പോലെ ഞാൻ കർത്താവിങ്കിലേക്ക് നോക്കും, എനിക്കൊരു ധൈര്യമുണ്ട്, അവൻ്റെ പ്രാർത്ഥന കേൾക്കും, ഞാൻ അവനായി കാത്തിരിക്കും. എന്തിനാ കാത്തിരിക്കുന്ന? എബ്രായർ 9:28 വായിച്ച് അവസാനിപ്പിക്കാം. വായിച്ചാട്ടെ. ഒരാളെടുക്കാൻ ഞാൻ പറഞ്ഞ ഒരു സ്തോത്രം മറന്നുപോയി. ക്രിസ്തുവോ അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കുവാനായി ഒരിക്കൽ അവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ സകല മാനവ ജാതിയുടെയും, ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല, ഒരു ഭാഷാ വ്യത്യാസങ്ങളും കൂടാതെ സകല മനുഷ്യനെയും ഭൂമിയിൽ ദൈവത്തോട് നിരപ്പിക്കുവാൻ വേണ്ടി അവൻ നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളെ എടുത്തു മാറ്റുവാൻ കാൽവറിയിൽ യാഗമായി തീർന്നു. അവൻ നമ്മുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കലായി പ്രത്യക്ഷനായി. ആമേൻ. അവൻ തന്നെ വേണ്ടി അർപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് ഇനി അടുത്ത വാക്യം, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. അതാണ് നമ്മുടെ അതിവിശുദ്ധ വിശ്വാസം. രണ്ട് വാക്കുകളുടെ അവസാനിപ്പിക്കും. നമ്മുടെ പ്രിയമുള്ളവരെ, നമ്മളെത്ര സാമ്പത്തികമായി ഉയർന്നാലും, നമ്മളെത്ര ജോലിയിൽ ഉന്നതനായി തീർന്നാലും, ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും വർദ്ധിച്ചാലും ഈ ഒരു പ്രത്യാശ നമ്മൾ കൈവിട്ടു പോകരുത്. കർത്താവേ, ഇതൊന്നും എന്നെ അങ്ങിൽ അകറ്റുകയില്ല, ഇതൊന്നും അങ്ങിൽ നിന്ന് എന്നെ മാറ്റുകയില്ല. അങ്ങയുടെ വരവിനായി ഞാൻ നോക്കി പാർക്കുന്നു, എനിക്ക് വേണ്ടി ഞാൻ അങ്ങേക്കായി കാത്തിരിക്കുന്നു. ഈ ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിന്റെ മരണം വരെ, കർത്താവിൽ രണ്ടാമത്തെ വരെ ഉണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഗോഡ് ബ്ലസ് യു ആൾ.